ലിക്വിഡ് ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾ സ്റ്റിൽ നമ്മൾ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് പോലും പലയിടത്തും ചെയ്യുന്നുണ്ട്. ഇത് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തുള്ള അഡ്വഞ്ചർ പാർക്കാണ്. ഇവിടെ ഇവർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഒരാൾക്ക് 50 റുപ്പീസാണ് എൻട്രി ഫീസും വരുന്നത്. സിപ്പ് ലൈനും ടവറും ജയന്റ് സ്വിംഗ് പോലത്തെ ഒരുപാട് അഡ്വഞ്ചർ റൈഡ്സ് വേറെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് ഓരോന്നിനും ഇൻഡിവിജ്വൽ പ്രൈസസ് വേറെ വരുന്നുണ്ട്. 150, 180, 280, 200 അങ്ങനെ കുറേ പ്രൈസസ് ഇല്ല. വണ്ടർലയിൽ പോയിട്ട് ഇതുപോലത്തെ എക്സ്ട്രീം അഡ്വഞ്ചേഴ്സ് ചെയ്തുകൊണ്ടായിരിക്കണം ഇതിലൊന്നും പോയി ട്രൈ ചെയ്യണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് അധികമൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിരിക്കുന്നത് ഫാൻറ്റം റോക്കിലാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ കാണുന്നതാണ് ഫാൻറ്റം റോക്ക്. ഇവിടെ നിന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള മലയിലൊക്കെ ഒരുപാട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ കാണാനൊക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടത്തേക്ക് മഴ വരുമെന്നും പറഞ്ഞ് കുറച്ചേരം അവിടെ നിന്ന് മഴയും പെയ്തില്ല, ഒന്നും വന്നില്ല. ഫാൻറ്റം റോക്കിന് ശേഷം നമ്മൾ നേരെ ഒരു കടയിലാണ് പോയത്, ദ വാൾനട്ട് കേക്ക്സ്. ഇവിടെ നല്ല കുറേ കേക്കും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. ഇവിടെ അവരുടെ സ്പെഷ്യൽ വരുന്നത് കേക്ക്സ് ആണ്. അതിൽ പ്ലം കേക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. 2-3 വെറൈറ്റീസ് ഓഫ് കേക്ക്സ് തന്നെ വരുന്നുണ്ട്. അതിൽ 2 ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹോട്ട് ചോക്ലേറ്റ്, തണുപ്പത്ത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. തണുപ്പ് മാറ്റാനും നല്ലതായിരുന്നു. പിന്നെ കുറച്ച് ബ്രൗണിയും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഫിനിഷായി. എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ബില്ല് വന്നപ്പോൾ 467 സംതിങ് റുപ്പീസായി. വൈകുന്നേരത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസയാണ് ഈ തിന്ന് മുടിപ്പിച്ചത്. കുഴപ്പമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം.